ലോങ് സ്റ്റൈലിൽ വരുന്ന ഗൗൺസിന്റെ കളക്ഷൻസ് ആണ് ഇന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. നല്ലൊരു ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് ഇത്. ഫാബ്രിക് എന്ന് പറയുന്ന ഒരു ക്രഷ് സ്റ്റൈലിൽ വരുന്ന ഫാബ്രിക് ആണ്, അതായത് ഫുള്ളി നമ്മുടെ ഫാബ്രിക് ക്രഷിലാണ് വരുന്നത്. സോ ഇത് കുറച്ച് സ്ട്രെച്ചബിൾ ആയിരിക്കും, നല്ല മാക്സിമം സ്ട്രെച്ചബിൾ ചെയ്ത് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു എൽ സൈസ് ആണ്, അത് അത്യാവശ്യം നല്ല സ്ട്രെച്ചബിൾ ആയിട്ട് നിൽക്കും. പിന്നെ സ്ലീവ്സ് ഒക്കെ ആണെങ്കിലും സെയിം ക്രഷ് ഫാബ്രിക്കിൽ തന്നെ നല്ല ലൂസ് സ്റ്റൈലാണ്. ഇത് ഈ ഫാബ്രിക് കണ്ടു, ഈ ഒരു ക്രഷിങ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലത്തെ ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ക്രഷ് ഫാബ്രിക്കിലാണ് വരുന്നത്. എൻ്റെ ഇതുപോലെ ബലൂൺ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വി നെക്കിൽ, അതായത് ഒരു കോളർ, ഇപ്പോഴത്തെ ഒരു കോളർ സ്റ്റൈലിംഗിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നെക്ക് പാറ്റേണും കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഇത് വരുന്നത് ഒരു എക്സ്ട്രാ ബെൽറ്റ് ആണ് കേട്ടോ, വേസ്റ്റിൽ ഞാൻ ടൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഷേപ്പിന് വേണ്ടിയിട്ട് ഞാൻ ടൈറ്റ് ചെയ്തത്, പിന്നെ ഹാൻഡ് വർക്ക് കൂടി ആയതുകൊണ്ട് തന്നെ ടൈറ്റ് ചെയ്ത് വെയർ ചെയ്ത. ഇതും നമുക്കൊരു ഹാൻഡ് വർക്ക് സ്റ്റൈലിൽ വരുന്ന എക്സ്ട്രാ പാറ്റേൺ ആണ്. അത് നമുക്ക് ഈ ഒരു വേസ്റ്റ് ബെൽറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് എയർലൈൻ സ്റ്റൈലാണെങ്കിലും വെയർ ചെയ്യാം. ഇതുപോലെ താഴെ നല്ല ഫ്രിൽസ് ഒക്കെ കൊടുത്തിട്ട് നല്ല മാക്സിമം ഈ ഒരു ഫ്ലെയർ ഉണ്ടോ, നല്ല ഈ ക്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല മാക്സിമം ഫ്ലെയറിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. നല്ലൊരു ലോങ് സ്റ്റൈലിൽ വെയർ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാം വരുന്നത് വൈറ്റിൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ്സ് ആണ്. ഞാൻ നല്ലൊരു ഗ്രേ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് അടുത്തടുത്ത പ്രിന്റ്സ് കൂടി കാണിക്കുന്നത്. ഇത്രയും പ്രിന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് വൈറ്റിൽ തന്നെ ഇതുപോലെ നെക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് നെക്ക് പാറ്റേൺ കണ്ടോ, നല്ലൊരു സെയിം ടോണിൽ വരുന്ന ഷുഗർ ബീഡ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വൈറ്റിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ, യെല്ലോ, ദെൻ നല്ലൊരു ഗ്രേ, ഒരു ബ്രൗൺ ഷെയ്ഡിൽ കോമ്പിനേഷൻസ് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ഇതിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആണ്. ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇതുപോലെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വെയർ ചെയ്യാം, മീൻസ് എയർലൈൻ സ്റ്റൈലിൽ വേണമെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം. ഇത് വരുന്നത് ഒരു എക്സ്ട്രാ ബെൽറ്റ് ആണ്. എക്സ്ട്രാ ബെൽറ്റ് നമുക്ക് ഇതുപോലെ വേസ്റ്റിൽ ടൈറ്റ് ചെയ്തിട്ട് അതുപോലെ വേണമെങ്കിൽ വെയർ ചെയ്യാം. അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്, നല്ല ഭംഗിയുള്ള ഗ്രീൻ. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല യെല്ലോ. നല്ല ഈ ഒരു ഫാബ്രിക് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ, നല്ല മീൻസ് അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉള്ള നല്ല ഒരു നമുക്ക് വെയർ ചെയ്യുമ്പോൾ ഭയങ്കര ഫ്ലോയിൽ നന്നായിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ്. വെസ്റ്റേണിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു സ്പെഷ്യൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാബ്രിക് ആയതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്ന രീതിയിലത്തെ ഒരു ഫാബ്രിക് സ്റ്റൈലായിരിക്കും ഇത് വരുന്നത്. സോ അങ്ങനെ നമുക്കൊരു പാർട്ടി ഫീൽഡിൽ നമുക്ക് പാർട്ടി വെയർസ് ഒക്കെ നോക്കുന്നവർക്ക് അത്രയും കെയറിങ് ഒന്നും വേണ്ടി വരത്തില്ല. ഇതാണ് അടുത്ത ഷെയ്ഡ്. ഇത്രയും ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മുടെ വാട്സപ്പിൽ സെൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.